നമസ്കാരം. ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കാം. ഇറാനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളീന ലീവിച്ചാണ് മുന്നറിയിപ്പ് ആവർത്തിച്ചത്. ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ പരിഗണന നൽകുന്ന നയതന്ത്രമെന്നാണ് ഭീഷണി. അതേസമയം ഇറാനുമായി ജനീവയിൽ വെച്ച് രണ്ടാംഘട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലും സൈനിക നീക്കം നടത്തുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലേക്ക് തള്ളിയിടുകയാണ് അമേരിക്കൻ നീക്കം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50-ലധികം യുദ്ധവിമാനങ്ങളാണ് ഇറാനടുത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. F-35, F-22, F-16 എന്നിവ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതോടെ ഇറാന് ചുറ്റും വ്യോമ നാവിക വ്യൂഹം തന്നെ തീർത്തിരിക്കുകയാണ് US. ഹോർമൂസ് കടലിടുക്കിലും മറ്റും വിപുലമായ നാവികാഭ്യാസം നടത്തി ഏതൊരു സാഹചര്യത്തെ നേരിടാൻ ഇറാനും രംഗത്തുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി അനുനയ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചിരിക്കുന്നത്. ജനീവയിൽ നടന്ന ആണവ ചർച്ചയിൽ പുരോഗതി ഉണ്ടായതായി US ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇനിയും കൂടുതൽ ചർച്ച തങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നാണ് അമേരിക്കൻ പക്ഷം. ഇതിനിടയിൽ കൂടിയാണ് ഇരു രാജ്യങ്ങളും സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക കുറച്ചുകൂടി സൈനിക നീക്കങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇറാൻ ഉപാധികളില്ലാതെ അംഗീകരിക്കാൻ അതിനുവേണ്ടി കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സൈനിക നീക്കം. എല്ലാ തരത്തിലും ഇറാനെ സമ്മർദ്ദത്തിലാഴ്ത്തി തങ്ങളുടെ ആവശ്യം നിറവേറ്റിയെടുക്കുക. അതായത് US-ന്റെ പുതിയ നടപടിയിലൂടെ ഇത് വ്യക്തമാണെന്നാണ് ആരോപണം ഉയരുന്നത്. ഇതോടൊപ്പം സൈനിക ഏറ്റുമുട്ടലിനുള്ള സാധ്യത സൂചിപ്പിക്കുന്നതാണ് US-ന്റെ ഈ പുതിയ നടപടി. ഗാസയുടെ പുനർനിർമ്മാണം, ഭരണനിർവഹണം എന്നിവ ഏകോപിപ്പിക്കാനും നോക്കി നടത്താനും ഒരു സംഘടന. ഇതായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ്. ബോർഡ് ഓഫ് പീസിന്റെ പ്രഥമ യോഗം ഇന്ന് വാഷിംഗ്ടണിൽ നടക്കുകയാണ്. ഔദ്യോഗിക യോഗത്തിന്റെ പ്രധാന അജണ്ട ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ഗാസയുടെ പുനർനിർമ്മാണം തന്നെയാണ്. അംഗങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച $5 ബില്യൺ ഗാസയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുകയായി പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഗാസയിലെ വെടിനിർത്തലിനായി ട്രംപ് പ്രഖ്യാപിച്ച 20 ദിന പദ്ധതികളിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കുറിച്ച് ആദ്യം തന്നെ പരാമർശിച്ചിരുന്നു. ഈ ഫോഴ്സിനെ കുറിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. ഇന്നത്തെ യോഗത്തിൽ 20 രാജ്യങ്ങളിൽ നിന്നായി പ്രതിനിധികൾ എത്തുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൌസ് 50 രാജ്യങ്ങളെയാണ് തങ്ങളുടെ ഈ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ ആദ്യം ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ബോർഡിലേക്ക് ആദ്യം തന്നെ ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. പിന്നീട് ഇതുവരെ 35 രാജ്യത്തിലെ നേതാക്കളാണ് ബോർഡിൽ ചേരാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 26 രാജ്യങ്ങൾ ബോർഡിലെ പങ്കാളികളാണ്. അവരിൽ ചിലർ സ്ഥാപക അംഗങ്ങളുമാണ്. 14 രാജ്യങ്ങൾ ട്രംപിന്റെ ഈ ക്ഷണം നിരസിച്ചിരുന്നു. ഇവയിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ഥാപക അംഗങ്ങളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റവാളികളായി പ്രഖ്യാപിച്ച ബെന്യാമിൻ നെതന്യാഹുവും വ്ളാഡിമിർ പുടിനും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ സാമ്രാജ്യത്വം ലോകമാകെ വർദ്ധിപ്പിക്കാനായി നിരവധി അന്താരാഷ്ട്ര സംഘടനകളെ അട്ടിമറിക്കാനാണ് ഈ ബോർഡ് ഓഫ് പീസിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. ഗാസ പുനർനിർമ്മിതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ബോർഡ് എന്നത് തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയരാൻ കാരണം. ബോർഡിന്റെ ചാർട്ടർ പ്രകാരം ലോകത്തെ വിവിധ സംഘർഷങ്ങൾ ഒഴിവാക്കുക, സമാധാനം പുലർത്തുക എന്നിവ കൂടി ഈ ബോർഡിന്റെ ലക്ഷ്യമാണ്. അതായത് ലോക പോലീസ് ചമയുക എന്ന അമേരിക്കയുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു നയത്തിന് ഒരു സംഘടനയുടെ രൂപം കൈവന്നിരിക്കുന്നു. മറ്റൊരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരായുള്ള ഗാർഹിക പീഡനത്തെ നിയമവിധേയമാക്കിയിരിക്കുകയാണ് താലിബാൻ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും കുട്ടികളെയും ഇനി മുതൽ ശാരീരികമായി ശിക്ഷിക്കാം. ശിക്ഷകൾ വെക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. എല്ലൊടിയാതെ മർദ്ദിക്കുക തുടങ്ങിയവയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വിധിയിൽ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ. അതായത് ഭാര്യയ്ക്ക് ഒടിവുകളോ മുറിവുകളോ ഉണ്ടായാൽ 15 ദിവസത്തെ തടവ് ശിക്ഷ ഭർത്താവിന് ലഭിക്കുമെന്നാണ് ഈ വിധിയിൽ ഈ നിയമത്തിൽ പറയുന്നത്. കോടതിയിൽ സ്ത്രീക്ക് പീഡനം വിജയകരമായി തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പുരുഷൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് കണ്ടെത്താനാകൂ. സ്ത്രീ തന്റെ മുറിവുകൾ ജഡ്ജിയെ കാണിക്കുകയും അതേസമയം ശരീരം പൂർണ്ണമായി മൂടുകയും വേണമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. 90 പേജുള്ള പുതിയ പീനൽ കോഡ് മുൻ US പിന്തുണയോടെ അന്നത്തെ ഭരണകൂടം കൊണ്ടുവന്ന 2009-ലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കൽ നിയമത്തെ അസാധുവാക്കിക്കൊണ്ടാണ്. പുതിയ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ കുറ്റകരമാണെന്നും കൂടി വിധിയിൽ പറയുന്നുണ്ട്. ഈ വിധിക്കെതിരെ അല്ലെങ്കിൽ ഈ നിയമത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളടക്കം അപലപിച്ചു രംഗത്തെത്തിയിട്ടുണ്ട്.